KMCC കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി എയർപോർട്ടിൽ കൃത്യമായി നൂറുകണക്കിന് വളണ്ടിയർമാർ രാപ്പകലില്ലാതെ 24 hours വരുന്ന എല്ലാ ഫ്ലൈറ്റുകളെയും ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകളെ രാത്രി 4 മണിക്കും 3 മണിക്കും 2 മണിക്കും ഒക്കെ വരുന്ന ഫ്ലൈറ്റുകളെ നിരന്തരമായി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ഫ്ലൈറ്റ് നമ്പർ 3060 അല്ലേ, 41, അതിൽ വന്ന 100 ചില്ലാനം പാസഞ്ചേഴ്സിനെ ഞങ്ങളിപ്പോൾ ഏകദേശം എല്ലാവരെയും വാഹനത്തിൽ കയറ്റി ഇപ്പോൾ അവരെ യാത്രയാക്കിയിരിക്കുകയാണ്. ഇവിടെ നിരന്തരമായി ഈ മിനായിലും അറഫായിലും മുസ്തലിഫയിലും അതേപോലെ ഹറമിലുമൊക്കെ മദീനയിലുമൊക്കെ സേവനം ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഈ ജിദ്ദ ഹജ്ജ് ടെർമിനലിലും ഇപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1-ലും KMCCയുടെ നൂറുകണക്കിന് വളണ്ടിയർമാരാണ് എല്ലാ ഫ്ലൈറ്റിനെയും സർവീസ് ചെയ്യാൻ വരുന്നത്. അത് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ തൊട്ട് പുലർച്ചെ 4:35 ഫ്ലൈറ്റ് തൊട്ട് രാത്രി 11:35 ഫ്ലൈറ്റ് വരെ ലേഡീസ് പല സമയങ്ങളിലായിട്ട് പല ഷിഫ്റ്റുകളായിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മുഹറമില്ലാതെ വരുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെയാണ്. നമുക്ക് ഒരു ഹാജിക്ക് ഒരു വളണ്ടിയർ എന്ന രീതിയിൽ ഇവിടെ ആവശ്യമുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇവിടുത്തെ ഒരു നിയമ സാഹചര്യം കണക്കെടുത്ത് മാക്സിമം പരിമിതിപ്പെടുത്തിയാണ് ആളുകളെ കൊണ്ടുവരുന്നത്. എന്നിരുന്നാലും ഞങ്ങളാൽ കഴിയുന്ന മാക്സിമം സഹായങ്ങൾ, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാർ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരെ പാൻറ് ഇടാൻ വരെ സോക്സ് ഇടാൻ വരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. നടക്കാൻ വയ്യാത്ത നമ്മളെ ഉമ്മമാരെ വീൽ ചെയറിൽ എണീപ്പിച്ച് ടോയ്ലറ്റിൽ ഇരുത്തി അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്നത് വരെ അവരെ കൂടെ അവരുടെ മക്കളായി അവരെ സഹോദരിമാരായി അമ്മമാരെ പോലെ കണ്ട് ഞങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല ഒരു സർവീസ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ലാസ്റ്റ് ഹാജി ഇവിടെ സൗദി വിട്ട് പോകുന്നത് വരെ ഈ സർവീസ് തുടരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിന് നമ്മളെല്ലാവരും മാക്സിമം സംഘടിക്കുന്നുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹജ്ജ് സേവനവുമായി ബന്ധപ്പെട്ടിട്ട് ജിദ്ദ സെൻട്രൽ KMCCയുടെ കീഴിൽ ഏകദേശം 2000-ഓളം വളണ്ടിയർമാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ ഹജ്ജ് വിമാനം ജിദ്ദയിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ അന്ന് മുതൽ ഇന്നത്തെ ഈ സമയം വരെ KMCCയുടെ കർമ്മധീരരായ ഭടന്മാർ ഏകദേശം 25-ഓളം വളണ്ടിയർമാർ എല്ലാ സമയങ്ങളിലും വളരെ കർമ്മനിരതരായി ഇവിടെ സേവനം ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ വരുന്ന ഹാജിമാർക്ക് ഭാഷാ നൈപുണ്യമില്ലാത്തതിനാലും ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് ബാത്റൂം കാര്യങ്ങൾ അതുപോലെ മറ്റ് രോഗം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ KMCC വളണ്ടിയർമാരെ നേരിട്ട് കാണുകയും അവർ ഒരു സന്തോഷത്തിൽ നമ്മളുമായി ആ സന്തോഷം വളരെ നല്ല രീതിയിൽ പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഒരു ഏകദേശം 10 മിനിറ്റോളം അവരെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ KMCCയുടെ നേതൃത്വത്തിൽ ചായയായും അതുപോലെ ജ്യൂസായും ഈത്തപ്പഴമായും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം അവരെ അത്യാവശ്യം ബാത്റൂമൊക്കെ ആവശ്യമുള്ളവർക്ക് അതൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് നേരിട്ട് ബസ്സിലേക്ക് കയറ്റിയേക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ KMCC എന്ന നിലയിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ വരുന്ന ഹാജിമാർ പോകുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ സമയം വരെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സേവനങ്ങൾ 2 എയർപോർട്ടിലും ടെർമിനൽ 1-ലും ഹജ്ജ് ടെർമിനലും ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയാണ്. മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിയമപരമായിട്ടില്ല എങ്കിൽ എല്ലാ സമയങ്ങളിലും KMCCയുടെ സാന്നിധ്യം 2 എയർപോർട്ടുകളിലും ഉണ്ടാവും. അതുപോലെ മിനായിലും മുസ്തലിഫയിലും അറഫയിലും മക്കയുടെ പരിസരങ്ങളിലൊക്കെ KMCCയുടെ ശക്തമായ സേവന പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ ഉണ്ടാകും എന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഉറപ്പ് തരികയാണ്.